ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ നമ്മുടെ തറവാട്ടിൽ പാപ്പൻ്റെ മോൻ്റെ വീട്ടിലാട്ടപ്പോൾ ഉള്ളത്. ഞാനും മാമൻ്റെ മോളും കൂടെ നമ്മുടെ തൊടിയിലൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കൊക്കെ ഉയരത്തേക്ക് ഇങ്ങനെ കയറി പോകണം കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് പോയി നോക്കട്ടെ. ആദ്യം ചെറുപ്പകാലങ്ങളിലൊക്കെ നാം പോയതാണ്. എൻ്റെ മാമൻ്റെ വീടും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കരിങ്കല്ലിൻ്റെ ചെറിയൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതാ മാവ് അതിൻ്റെ ചുവട്ടിൽ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം ഇങ്ങോട്ട് വരാൻ തന്നെ പേടിയാണ്. പന്നികളും പക്ഷികളും ഒക്കെ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ ഈ ഒരു വഴി കൂടെ അങ്ങനെ പോയി നോക്കുന്നുണ്ട്. ശരിക്കുള്ളൊരു വഴിയൊന്നുമില്ല. എന്തായാലും ഞങ്ങളിത് നടവഴി കൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതാ അങ്ങനെ കയറി പോണേ. ഞങ്ങളിങ്ങനെ കയറി പോയിക്കൊണ്ട് നിൽക്കുകയാണ്. കയറി വെക്കാം. മോക്കെല്ലാം മാറി ഒക്കെ ഉണ്ട്. ഇങ്ങനത്തെ നൊസ്റ്റാൾജിയ. അപ്പം നമ്മൾ മുകളിലേക്ക് കയറി ഇവിടെ എത്തിട്ടോ. അപ്പോൾ ഇവിടെ നിലത്തൊക്കെ തേങ്ങ വീണടക്കുന്നുണ്ട് തെങ്ങിൻ്റെ ചുവട്ടിലിട്ടോ. അപ്പം ഞങ്ങൾ അടുത്ത തൊടിയിലേക്ക് കയറിയിട്ട് ആ ചാക്ക് എടുത്തിട്ട് അതിന് തേങ്ങയൊക്കെ പെറുക്കിട്ടോ. അപ്പം നമ്മളിവിടെ ഒരുപാട് മാവൊക്കെ ഉണ്ടായിരുന്നു. വലിയ മാവൊക്കെ മുറിച്ച് കളഞ്ഞു. ഇപ്പോൾ ഇതാ വലിയൊരു കമ്പിക്കാല് നമ്മളെ കറണ്ട് പാസ് ചെയ്യുന്നൊരു ലൈനാണ് കേട്ടോ. കുറേ വർഷം മുമ്പുള്ളതാണ്. നമ്മൾ ഈ ഒരു തൊടിയിലൊക്കെ എന്തൊരു വൃത്തിയായിരുന്നു അറിയാം. അത് വലിയ മാവ്, ഒരുപാട് മാവ് ഉണ്ടായിരുന്നു പണ്ട്. കോമാങ്ങ എന്ന് പറയുന്ന ഒരു മാങ്ങ, അങ്ങനെയുള്ള വലിയ മാങ്ങ, എത്ര വലിയ മാങ്ങയായിരുന്നു അറിയാം. ഞങ്ങളെല്ലാവരും അതൊക്കെ പെറുക്കി തിന്നൊരു കാലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു നൊസ്റ്റാൾജിയായിട്ട് മാറിയിട്ട് നമ്മളെ ഈ ഒരു കമ്പിക്കാല് ഇത് പക്ഷികളൊക്കെ അതവിടെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര ഹൈറ്റിലാണത്. അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ചാക്കും കൂടെ എടുത്തിട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞത്. കുറച്ച് ഹൈറ്റിലാണ്. ഇതൊരു മലയുടെ മുകളിലാണ്. അപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇവിടുന്ന് കാണുന്നില്ല. താഴ്വാരായിട്ട് തന്നെയാണ്. അപ്പം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു വലിയൊരു പറമ്പ് തന്നെയാണ് ഇട്ടത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് റബ്ബറൊക്കെ നട്ടിട്ടുണ്ട്. അവിടുന്ന് പന്നികളും പല മയിൽ അങ്ങനെയുള്ള പക്ഷികളൊക്കെ വരാറുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം നമ്മൾ തേങ്ങയൊക്കെ പെറുക്കിയതാ താഴോട്ട് പോകാൻ നിൽക്കട്ടോ. മാമൻ്റെ മോളാണ്. അപ്പം നമ്മളിതാ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോരുന്നു. നമുക്കവിടെ ഉണ്ടാകുന്ന സീമക്കൊന്ന കൊതുകുണ്ടാവും. പക്ഷെ സീമക്കൊന്നൻ്റെ എടുത്തായിട്ട് കൊതുക് നല്ല ആഴല്ലേ. കണ്ടിട്ട് പേടിയാണ്ട്. കാട്ടിലൊരു കുളം അവിടെ കല്ല് പൊന്തി കിടക്കുന്നത്. ഈ കാണുന്നില്ല, അതാ കിടക്കുന്നേ. ആ ഉണങ്ങിയ മരം കണ്ട, അതന്നെയാണ് നെല്ലുമരോ. ഇതങ്ങോട്ട് വന്ന് നോക്ക്. ആ ഇല നോക്ക്, ഇല ചെറിയ എല്ലി കണ്ണേ ഉള്ളിലേക്ക് എത്ര അങ്ങോട്ട് പോയിന്നില്ലേ. ഇപ്പോഴും ഉണ്ടാവാൻ മതി. ഇപ്പൊ നെല്ലിക്ക് എവിടെയും കായ ഉണ്ടാവുന്നില്ലേ. അത്ര വീതി ഉണ്ടോ? ഓ, അന്നത്തെ തിരുമ്പുന്ന കല്ലാണ്. കൊതുണ്ട് കാടളക്കി കാടളകി നാടളകി. മാങ്ങയൊക്കെ ഒന്നുമില്ല അല്ലേ. അപ്പോൾ മാങ്ങയൊന്നുമില്ല.